നിരവധി സാമൂഹ്യ സേവനങ്ങൾ നടത്തി ആളുകളെ വിസ്മയിപ്പിച്ച ഒരു വ്യക്തി തന്റെ അന്ത്യയാത്രയിലും എല്ലാവരെയും ഞെട്ടിച്ച വാർത്തയാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിറയുന്നത്. അമേരിക്കയിലെ മിഷിഗണിലാണ് അമ്പരപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മരിക്കുന്നതിന് മുൻപ് നിർദ്ദേശിച്ചിരുന്നത് പ്രകാരം അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ ഹെലികോപ്റ്ററിൽ നിന്ന് പണത്തിന്റെ മഴയാണ് വീട്ടുകാർ നടത്തിയത്. ഈസ്റ്റ് ഡിട്രോയിറ്റിലെ പ്രമുഖ കാർ വാഷ് ഉടമയായ ഡാരിയൽ പ്ലാന്റ് തോമസ് കഴിഞ്ഞ മാസം അവസാനമാണ് അൾഷിമേഴ്സ് ബാധിച്ച് മരിച്ചത്. ജൂൺ 27-നാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചത്. തോമസിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് സമീപത്ത് കൂടി കടന്നു പോകുമ്പോൾ പെട്ടെന്ന് പറന്നെത്തിയ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് റോസാദളങ്ങളും കറൻസി നോട്ടുകളും താഴേക്ക് വർഷിക്കാൻ തുടങ്ങി. പിന്നീട് സംഭവിച്ചത് ദുഃഖകരമായി നടക്കേണ്ട വിലാപയാത്ര ഒരു ആഘോഷ ചടങ്ങായി മാറി എന്നതാണ്. കെട്ടുകണക്കിന് നോട്ടുകളാണ് താഴേക്ക് വീണത്. തുടർന്ന് പണം കൈക്കലാക്കാൻ ആളുകൾ പരക്കം പായുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഈ മേഖലയിലെ 6 ലൈനുകളിലും ഗതാഗതം സ്തംഭിക്കുകയായിരുന്നു. റോഡിന്റെ നടുക്ക് വാഹനങ്ങൾ നിർത്തി ഡ്രൈവർമാരും പണമെടുക്കാൻ ഇറങ്ങി ഓടുകയായിരുന്നു. തോമസിന്റെ മക്കളാണ് നാടകീയമായ ഈ യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. ഇത് പിതാവിന്റെ ആഗ്രഹപ്രകാരമാണ് നടത്തിയതെന്നാണ് മക്കൾ വിശദീകരിച്ചത്. തോമസിന്റെ അനന്തരവളായ ക്രിസ്റ്റൽ പെറി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ഇത്തരത്തിൽ $5000 ഹെലികോപ്റ്ററിൽ നിന്ന് വർഷിക്കാനായി അമ്മാവൻ മാറ്റിവച്ചിരുന്നത് എന്നാണ്. നീലാകാശത്തിലൂടെ ഹെലികോപ്റ്റർ താന്ന് പറക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. താര വിലാപയാത്രയിൽ പങ്കെടുക്കാൻ എത്തിയവർ പണം കിട്ടിയതിന്റെ ആഹ്ലാദത്തിൽ ആർത്ത് വിളിക്കുന്നതും പണത്തിനായി ഭ്രാന്തമായി ഓടി നടക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിലുണ്ട്. ഒരു കൊച്ചുകുട്ടി വീട്ടുകാരോട് ഞാൻ പോയി പണം എടുക്കട്ടെ എന്ന് ഉറക്കെ ചോദിക്കുന്നതും വീഡിയോയിൽ കേൾക്കാം. എന്നാൽ തോമസിന്റെ ജീവനക്കാരിയായ ലിസാൻ നൈഫ് പറയുന്നത് ജനങ്ങൾ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല എന്നാണ്. താൻ പണം എടുത്തിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. തങ്ങളുടെ പിതാവ് ഇതിഹാസ തുല്യനായ ഒരാളാണെന്നും അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ അവസാന അനുഗ്രഹമാണെന്നുമാണ് മക്കൾ വാദിക്കുന്നത്. അതേസമയം ഈ നടപടി ജനങ്ങളെ വല്ലാതെ വലയ്ക്കുക തന്നെയാണ് ചെയ്തത്. ഗ്രാഷ്യേറ്റ് അവന്യൂവിലും കോർണർ സ്ട്രീറ്റിലും പോലീസ് ഗതാഗതം താൽക്കാലികമായി നിർത്തിവെപ്പിച്ചിരുന്നു. ഹെലികോപ്റ്ററിൽ നിന്ന് റോസാദളങ്ങൾ വർഷിക്കുമെന്ന് തോമസിന്റെ കുടുംബം പോലീസിനെ അറിയിച്ചിരുന്നുവെങ്കിലും പണവും അക്കൂട്ടത്തിൽ ഉണ്ടെന്ന കാര്യം അറിയിച്ചിരുന്നില്ല. പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നില്ല. എന്നാൽ അമേരിക്കയിലെ വ്യോമയാന വകുപ്പ് ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.